ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പം എക്സാമിൽ മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഫിറ്റർ ട്രേഡിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ITA ലെവലുള്ള ഇലക്ട്രീഷ്യൻ എക്സാമിന് മാത്രം മാറ്റമുണ്ട്. ഇലക്ട്രീഷ്യൻ എക്സാമിന് പക്ഷേ ഒരുപാട് ദിവസമൊന്നും നീട്ടിയിട്ടില്ല. നോക്കുക, 25/4 നടത്താനിരുന്നത് 30/4 നടക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ നീട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇതാവേണ്ട കാര്യമില്ല. വലുതായിട്ടൊന്നും അവിടെ വലിയ ദീർഘനാളത്തേക്കുള്ള ഒരു കാത്തിരിപ്പും വേണ്ട, പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. സോ ഏതൊക്കെയാണ് എക്സാമുകൾ നടക്കുന്നതെന്നുള്ളത് മാറ്റി വെച്ചിട്ടുള്ള എക്സാമുകളുടെ എല്ലാ എക്സാമുകളുടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ITA ലെവലിലുള്ള ഒരു എക്സാമാണ് ഇലക്ട്രീഷ്യൻ, അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫിറ്റർ ട്രേഡിലുള്ളത് വലുതായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാറ്റം വന്ന എക്സാമുകളുടെ ഒരു രീതി എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഇലക്ട്രീഷ്യൻ ഇത് കണ്ടില്ലേ, അവിടെ അവർക്ക് നടക്കുന്നത് കുറേയധികം എക്സാമുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറേയധികം എക്സാം ഒരേ ദിവസം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ 30/4 മാറ്റിയിട്ടുണ്ട്. സോ അവിടെ തന്നെ നമുക്ക് ഫിറ്ററിൻ്റെ ഒന്ന് നോക്കാം. ഫിറ്ററിൻ്റെ നോക്കുന്ന സമയത്ത് മാറ്റങ്ങളൊന്നുമില്ല. ആ രീതിയിൽ തന്നെയാണ്. നമുക്ക് 3 എക്സാമുകളാണ് നടക്കുന്നത്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ പറയട്ടെ, ഫൈനലി എക്സാം എഴുതുന്നത് നോക്കുക, ഫിറ്ററിലെ വാട്ടർ അതോറിറ്റിയിൽ 8,974 പേരാണ്. ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിൽ 11,117 പേരാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കുള്ളത് എന്ന് പറയുന്നത് 7,325 പേരാണ്. 7,325 പേര്. സോ ഇനിയും ഇത് എക്സാം എഴുതുന്ന സമയത്ത് കുറയും. നമ്മുടെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ഒക്കെ 18,000-ഓളം ആൾക്കാർ അപേക്ഷ കൊടുത്തിരുന്നതിലാണ് 11,117 പേര് ഉള്ളത്. മാത്രമല്ല, ഇപ്പം ITയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ITയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ട്രേഡ്സ്മാനിലേക്കൊക്കെ ഹയർ ക്വാളിഫിക്കേഷനെ വിളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ITA പഠിക്കുന്നവർ നന്നായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ.